കവികൾ പറഞ്ഞു, മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത തീരങ്ങളിൽ നിന്ന്. ഇത് പറഞ്ഞതൊരു കവിയാണ്. അപ്പം മനസ്സൊരു മാന്ത്രിക കുതിരയായിട്ട് പായുന്നു എന്ന് പറഞ്ഞാൽ, മാന്ത്രിക കുതിര എന്ന് അവിടെ ഉപമ ഉപയോഗിച്ചതിൻ്റെ കാരണം എനിക്ക് പിടിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ആ മനസ്സിനെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതൊരു മാന്ത്രിക കുതിരയാന്ന് പറയുന്നത്. ഒരു വിധത്തിലും അതിനെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അതാണ് മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത തീരങ്ങളിലേക്ക്. ഞാൻ കാണാത്ത തീരങ്ങളിലേക്ക് എവിടെയൊക്കെയോ അത് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് കിട്ടുന്നില്ല? അതിൻ്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലല്ല. അത് ഒരു മാന്ത്രിക കുതിരയാണ്. കാരണം ഇത് എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. അപ്പോൾ മനസ്സും അതിൻ്റെ സ്വാധീനവും മനസ്സും അതിൻ്റെ നിയന്ത്രണവും എന്ന് പറയുന്നത് സത്യത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ഒരിക്കൽ നിങ്ങൾക്ക് അതിനെ മനസ്സിനെ പിടിക്കാനും വശത്താക്കാനും കഴിയുമെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയൊരു സുഖമില്ല. നിങ്ങളൊരു മാജിക്കുകാരനായി മാറി. നിങ്ങൾ അങ്ങോട്ടിരിക്കാൻ പറയുമ്പം അത് അങ്ങോട്ടിരിക്കും, ഇവിടേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വരട്ടെ, മേലോട്ട് പൊങ്ങാൻ പറയുമ്പോൾ മേലോട്ട് പൊങ്ങും, താഴോട്ട് താഴാൻ പറയുമ്പോൾ താഴോട്ട് താഴും, എല്ലാം താഴും. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഇന്ന സംഗതി വേണം, ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണം, എൻ്റെ ലക്ഷ്യം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിനോട് പറയുമ്പോൾ മനസ്സ് നിങ്ങളുടെ അടിമയായി വന്ന് നിൽക്കുകയായി. എന്താണ് വേണ്ടത്? അലാവുദ്ദീനും അത്ഭുത വിളക്കിന് ഭൂതത്തെ പോലെ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായി ആ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഇതാണ് മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ മനസ്സിൻ്റെ നിയന്ത്രണം സാധാരണഗതിയിൽ നടക്കുന്നത് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിക്കുന്ന സമയത്ത്, ആ ദീക്ഷിതനാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ അധിപനാവാൻ കഴിയും. അങ്ങനെ അധിപനാവുന്ന വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും അത് വിജയിക്കാൻ കഴിയുന്നത്. ആത്മീയ ജീവിതത്തിലുള്ള വിജയം മാത്രമല്ല. മനസ്സിലായി?